ടൈം എത്ര അയച്ചിട്ടാ ജോലിക്ക് നല്ല ലേറ്റ് ആയി. ആജി എവിടെ? നേരെ ഞാൻ കാത്തിരുന്നു. ജോലി കറക്റ്റ് ടൈമിൽ എത്തും ചെയ്യൂല. അതുകൊണ്ട് വേണ്ട കാണിച്ചു തരാം. നേരെ വൈകിട്ട് ടൈം എത്രയാ? ജോലിക്ക് കയറണ്ടേ? ഇങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചെയ്ത ജോലിയാണ്. തട്ടിപ്പറഞ്ഞ ഒരു ജോലിയില്ലേ, നമ്മൾ കഷ്ടപ്പെട്ടില്ല. മറ്റുള്ള പറ്റികൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ടൈം വേസ്റ്റ് ചെയ്യരുത്. ഹലോ ദിനേശ്, കൺഗ്രാജുലേഷൻ. നിങ്ങൾക്ക് 2 കോടി രൂപ സമ്മാനം അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അയച്ചു തരും. നമ്മുടെ സമൂഹം തന്നെ നന്നായിരുന്നു. മറ്റുള്ളവർ നമ്മളിങ്ങനെ ജീവിക്കുക. എന്ത് ബോസിന്റെ അവസ്ഥ? നമ്മുടെ ബോസ് നമുക്ക് ശമ്പളം 4 മാസമായി. ജീവിക്കണ്ടേ? എൻ്റെ വീട്ടിൽ പച്ചക്കറി വെച്ചിട്ട് 2 ദിവസമായി. പച്ചക്കറി വാങ്ങാനും പൈസ അല്ലേ, കടുകൊടി വാങ്ങാൻ പോലും പൈസ അല്ല. അത്ര ദാരിദ്ര്യം പറഞ്ഞില്ല. ബോസ് വിളിക്കുന്നു. ഹലോ ബോസ്. ഓ ആ കച്ചവടമൊക്കെ പറയുന്ന വെച്ചാൽ നമ്മുടെ സമൂഹം നന്നായില്ല. നമ്മളൊക്കെ എങ്ങനെ തട്ടിപ്പ് നടത്തുക? ഓ ഓക്കെ ഓക്കെ. നമുക്കൊരു കാര്യം നടത്താം. ഈ ആഴ്ചയിലെ ഒരു 2 കോടി രൂപ കളക്ഷൻ നടത്തണം. നമ്മുടെ ഈ മൊബൈൽ വെച്ച് കളിയൊന്നും നടക്കില്ല. ഇപ്പോഴത്തെ സമൂഹത്തിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മൾ പുതിയ ട്രിക്കറി പഠിക്കണം. നാട്ടിലിറങ്ങി തീർച്ചയായിട്ടും നമ്മൾ ഇനി പുറത്തിറങ്ങിയിട്ട് കളക്ഷൻ നടത്താം. അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ, നമുക്ക് പുറത്തു പോകാം. അതല്ല സാറിന്റെ ജോലി ഞാൻ ചോദിച്ചു. കച്ചവടം എങ്ങനെ? അതൊക്കെ മോശമാണ്. നമ്മുടെ ഒരു സ്കീമുണ്ട്. നമ്മ ഒരു നമ്മളൊരു സ്കീം ആക്കിച്ചാൽ ഈ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഇൻവെസ്റ്റ് നോക്കിയാൽ നമുക്ക് 2 മാസം കൂടുന്നവരെ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടും. ഇത് കയറിയാലോ? ഇത് ഇൻവെസ്റ്റ് ചെയ്യല്ലേ? അതൊന്നും ചെയ്ത് നോക്കണേ. എത്രാമത്തെ? ചെലവിന്റെ റെഡിയാണ്. ചെലവിന്റെ അല്ലാതെ പറഞ്ഞിട്ട് ഉണ്ടായി.
എയർക്രാഫ്റ്റ് എഞ്ചിനീയർ എയർക്രാഫ്റ്റ് എന്ന് പറയണം. എന്നിട്ട് ഇതിലൊക്കെ ഉണ്ടാകും തെളിവുണ്ടാവും. മനസ്സിലായ പോലെ എത്ര കാട്ടുന്നത് രജു പറഞ്ഞപ്പോൾ ഇനി ഉണ്ടാക്കാൻ ഓ ഉണ്ടാക്കാൻ രാത്രി പോയി പഠിച്ചു. ഇതെല്ലാം മറ്റേത് എടുക്കുമ്പോൾ സെയിം സാധനം എങ്ങോട്ടൊന്ന് വന്നിട്ടുണ്ട്. തീപ്പട്ടി ഉണ്ടാവില്ല വേഗമാണ്. പാടല്ലേ എത്താണ് ചെമ്പകമേനിയാണ് ചന്ദന തലേലോദയ ഡാൻസ് കൊള്ളട്ടോ കണ്ടു നല്ല ഡാൻസ്. നിങ്ങളുടെ അവസ്ഥ നമുക്ക് എന്താ അറിയാം, നിങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ഒരു സാധനം ഉണ്ട് ആണോ? ഓ ഒന്നും അറിയാത്ത പോലെ അതന്നെയാണ് അതന്നെയാണിത്. സെറ്റാണ് വെളിച്ചാണല്ലോ മോനെ. ഉറപ്പാണോ? ഏറ്റിരിക്കും ഉറപ്പ്. ഇതില്ല അത് ചെലവുള്ള കാര്യം. പൈസ നമുക്ക് വിഷയമല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഒരു 3 ലക്ഷമൊക്കെ വരും. പൈസ വിഷയമല്ല. എത്ര ഇപ്പൊ എന്റെ ഇല്ല. ബാഗൊന്നുമില്ല. ബാഗ് ഒന്നുമില്ല. നമ്മുടെ സാധനം 5 മണിക്കൂർ ശേഷം അത് വന്നിരിക്കും. എത്തിച്ചാ മതിയാ. കാശ് ഇക്ക് കേറും. ഓക്കേണോ? ഓക്കെ എന്താ കാശ് എന്തായി? തീരുമാനിച്ചോ? ഒരുപാടുണ്ടല്ലോ. ചില്ലറക്കാരല്ല. സാധനമൊക്കെ കിട്ടും. 5 മണിക്കൂർ ശേഷം എത്തിച്ചിട്ടുണ്ട്. ഓക്കെ എത്തിയിരിക്കും. പേടിക്കണ്ട, എത്തിയിരിക്കും. പോരെ
ചേട്ടായി നമസ്കാരം. ഞങ്ങള് ഈ വഴി നടക്കുന്നല്ല, നിങ്ങള് അവസ്ഥയായിട്ട് വന്നതാ. എന്താ എന്റെ കുടുംബമൊക്കെ എങ്ങനെ സുഖം തന്നെയല്ലേ? മസിലോട്ടൊന്നും നിങ്ങളുടെ ദാരിദ്ര്യം പോവില്ലല്ലോ. ഫുഡ് കഴിക്കണ്ടേ? എന്തിനു വേണ്ടേ? കാശ് വേണ്ടേ? ഉദ്ദേശമാണ്. നമുക്ക് ഇന്ന് ഇരിക്കാം. അതെ, കാരണം വെച്ചാല് നമ്മുടെ അടുത്തൊരു സാധനം നമ്മുടെ വീട്ടിലൊക്കെ ദാരിദ്ര്യം പോണ സാധനം പേരും പാർക്ക് കൊടുക്കണേ. ഒന്നും അറിയാത്ത പോലെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാണ്ടൊന്നും സമ്പത്താണ് പിന്നെ വരിക. ഇങ്ങനെ വീട്ടിൽ പിന്നെ ഞങ്ങൾ ആരാ പിന്നെ മസലല്ല സമ്പത്തടക്കം വന്നു. പിന്നെ പേടിക്കണു ആവല്ലേ? നമ്മ നിങ്ങൾ ക്യാഷ് എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ആധാരം തരുണ്ടോ? സെറ്റാക്കാതെ നോക്കി നോക്കിയാ ഒന്നിരിക്കും. ഇതൊക്കെ പേടിക്കണോ? അപ്പൊ ശരി, ഒരാഴ്ചയിലുള്ള സാധന ഒരു മണിക്കൂറുള്ള സാധനം എത്തിച്ചിട്ടുണ്ടോ? നേരെ ഓഫീസിൽ കയറും. പൈസ മൊത്തം ബാഗിലാണ്, സൂക്ഷിക്കണേ. നമ്മുടെ സാറ് വിളിക്കണം. സാറേ സംഭവം സെറ്റ് ചെയ്യണം. ഞാൻ എങ്ങനെ തുടങ്ങല്ലേ? ഇപ്പത്തെ സാലറി കിട്ടുമല്ലോ. സാധനം അതെ ആകെ ചെയ്യുന്ന മുതലാളിയാണ് ഇവിടെ നടത്തുന്നത്. മുതലാളിക്ക് എല്ലാം അറിയും. ഒരു കണ്ണാടിട്ടുള്ള ആളാണ്, അത് മാത്രമേ എനിക്ക് അറിയൂ. കണ്ണാട് ഒരു നീളാണ്, അതന്നെ മുതലാളി ഹൈറ്റും കണ്ണാടിലാണ്.